നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിനായി ഒരുങ്ങുന്ന നാളുകളാണ്. ഇടവയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി പരിണമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭാപാരമ്പര്യമനുസരിച്ച് ജന്മദിനം ആഘോഷിക്കുക, പിതാക്കന്മാരുടെ ജന്മദിനം ആഘോഷിക്കുക പതിവില്ല. എങ്കിലും 2-3 പേരുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ നമ്മൾ ഡിസംബർ മാസം ആഘോഷിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മാതാവിൻ്റെ ജന്മദിനം സെപ്റ്റംബറിൽ നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ മുന്നോടിയായി തീർന്ന യോഹന്നാൻ മംദാനയുടെ ജന്മദിനവും സഭ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് മനുഷ്യാവതാര ശുശ്രൂഷയിൽ നിർണായകമായി പങ്കുവഹിച്ച 2 പേരായിരുന്നു വിശുദ്ധ മറിയാമും വിശുദ്ധ യോഹന്നാനും. അതുകൊണ്ട് അവരുടെ ജന്മദിനവും ഈ രക്ഷാ വ്യാപാരത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കണ്ട് ആഘോഷിക്കുന്ന പതിവാണുള്ളത്. അതിനേക്കുള്ള ഒരു പ്രത്യേകമായ ഒരുക്കവും നമ്മൾ ഓരോ സമയത്തും നിർവഹിക്കുന്നുണ്ട്, നമുക്കറിയാം. വായിച്ചു കേട്ട ഏവനിക്കൊരുവൻ ഭാഗത്ത് കർത്താവിൻ്റെ തൻ്റെ ചുറ്റുപാടുമുള്ളവരോട് പറയുന്നതായൊരു വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവിൻ്റെ അമ്മയും സഹോദരങ്ങളും കർത്താവിനെ കാണുവാനായിട്ട് വരുമ്പോൾ കർത്താവ് പറയുക, ആരോ കർത്താവിനോട് പറയുന്നു, നിന്റെ സഹോദരങ്ങളും അമ്മയും നിന്നെ കാണുവാനായി ആഗ്രഹിക്കുന്നുവെന്ന്. കർത്താവിന് മറുപടി പറയുന്നത്, എൻ്റെ പിതാവ് എൻ്റെ മാതാവ് ആരാണ്, എൻ്റെ സഹോദരങ്ങൾ ആരാണ്, എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഷ്ഠിക്കുന്നവരെല്ലാം എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളുമാകുന്നുവെന്ന്. ഇതിന് സമാനമായ ഒരു മറുപടിയാണ് കർത്താവിൻ്റെ അമ്മയെ പറ്റി ഉയർത്തി പറയുന്ന ഒരു സ്ത്രീയോട് പറയുന്നതും. അവൾ പറയുകയാണ്, നിന്നെ വഹിച്ചതായ ഗർഭപാത്രവും നീ കുടിച്ചതായ സ്ഥാനങ്ങളും ഭാഗ്യമുള്ളവയാകുന്നു, നിന്റെ അമ്മ ഭാഗ്യമുള്ളവയാകുന്നു എന്നാണ് ആ സ്ത്രീ പറയാൻ ഉദ്ദേശിച്ചത്. അവിടെയും കർത്താവ് വചനം മറുപടിയായിട്ട് പറയുന്നത്, ദൈവവചനം കേട്ടതിൽ ആചരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു എന്ന്. ഇത് മാതാവിനെ ഒഴിവാക്കിക്കൊണ്ട് പറയുന്ന ഒരു പ്രതികരണമല്ല കർത്താവിൽ നിന്ന് നാം കേൾക്കുന്നത്. നേരെ മറിച്ച് കന്യാമർത്തം അമ്മയെ പ്രത്യേകമായി മുമ്പിൽ കണ്ടുകൊണ്ട് പറയുന്ന വാക്യമാണ്. മാലാഖയുടെ സന്ദേശം വിശുദ്ധ മറിയാമിനുണ്ടായപ്പോൾ മറിയാം പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിന്റെ വചനപ്രകാരം വഹിക്കട്ടെ, സംഭവിക്കട്ടെ എന്നാണ്. അത് മറിയാമിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതത്തിൽ അത് എന്നും അവർ ആ ശബ്ദം അവരിൽ നിന്നുണ്ടായത് അവർ അനുസ്മരിച്ചുകൊണ്ടാണ് ജീവിച്ചത്. മറിയാമിൻ്റെ ജീവിതം എളുപ്പമുള്ളതായിരുന്നില്ല എന്ന് നമുക്കറിയാം. കന്യകയായി തന്നെ ഗർഭിണിയായിത്തീരുന്ന ഒരവസ്ഥ, വിചാരണയ്ക്ക് വിധേയമാകാവുന്ന സാഹചര്യം, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടാവുന്ന സാഹചര്യം, മോശയുടെ ന്യായപ്രമാണപ്രകാരം കൊല്ലപ്പെടാൻ വരെ സാധ്യതയുള്ള സാഹചര്യം. അത് മുമ്പ് കണ്ടുകൊണ്ടാണ് അവൾ പറയുന്നത്, ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ എന്ന്. തുടർന്നുള്ള കാലവും അതുപോലെ തന്നെയായിരുന്നു. യാത്ര തൻ്റെ ബന്ധുവായ എൻ്റെ ശിവായുടെ ഭവനത്തിലേക്ക് നടത്തുന്നു. തിരിച്ച് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മറിയാം ബേത്ലഹേമിലേക്ക് യാത്രയാകുന്നു. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പ്രത്യേക സാഹചര്യത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അതിനുശേഷം നസ്രത്തിൽ വന്നൊരു സാധാരണ ജീവിതം നയിക്കുന്നു. വീണ്ടും കർത്താവ് 30-ാമത്തെ വയസ്സിൽ തൻ്റെ പരശുരൂഷ ആരംഭിച്ചത് മുതൽ കർത്താവ് അനുഭവിച്ചതായ ഓരോ പീഡനത്തിൻ്റെ അനുഭവം മറിയാമിൻ്റെ തന്നെ പീഡനത്തിൻ്റെ അനുഭവമായിരുന്നു.
ക്രൂശിന്റെ മരണം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും തീവ്രമായ വേദനാനുഭവമായിരുന്നു. അപ്പം മറിയാം ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറായതിൻ്റെ ഒരു പ്രതികരണമായിരുന്നു തൻ്റെ ഗർഭധാരണത്തോടനുബന്ധിച്ച് പ്രകടിപ്പിച്ചത്. നിന്റെ വചനം എന്നിൽ നിവർത്തിയാക്കട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസിയാകുന്നു എന്നുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ ദാസിയാവുക എന്നത് അല്ലെങ്കിൽ ദാസനാവുക എന്നത് തിരുഹിതം പ്രവർത്തിക്കുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. കർത്താവിടെ പറയുന്നത് അത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം നിർവഹിക്കുക ആണ് എൻ്റെ സഹോദരിയും സഹോദരനും മാതാവുമാകാനുള്ള യോഗ്യത നൽകുന്ന ഘടകം എന്നത്. അത് മാതാവിനെ പുകഴ്ത്തി പറഞ്ഞ സ്ത്രീയോടും പറയുന്നത് ഇത് തന്നെയാണ്. അറിയാം, സ്വന്തം ജീവിതത്തിൽ ദൈവഹിതം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിയോഗം ഏറ്റെടുത്ത സ്ത്രീയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മറിയാമിന്റെ മാത്രം ഒരു സമീപനമായിരുന്നില്ല. മറിയാമുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് നിർവഹിച്ചത്. യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അദ്ദേഹം നിർവഹിച്ചത്. തൻ്റെ ഭാര്യയാകുവാൻ നിയോഗിക്കപ്പെട്ട സ്ത്രീയെ അവൾ ഗർഭിണിയാവുകയും അത് തന്നിൽ നിന്നല്ല എന്നറിഞ്ഞിട്ടും അവരെയും കുടുംബത്തെയും പുലർത്തുവാനായിട്ട് ഉള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ നടക്കുന്നത്. മറിയാമിനോടൊപ്പം ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യാവുന്നു, അവിടെ നിന്ന് ഈജിപ്തിലേക്ക് യാത്രയാവും, തിരിച്ചു വന്ന കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് അവർക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. യൗസേപ്പിനോട് കർത്താവ് മാലാഖ് പറയുകയാണ്, നീ നിന്റെ ഭാര്യയെ കൂട്ടിച്ചേർക്കുവാൻ പഠിക്കണ്ട. തൻ്റെ ഭാര്യയാകുവാൻ നിയോഗിക്കപ്പെട്ടെങ്കിലും ഭാര്യയാകാതിരുന്ന സ്ത്രീക്ക് വേണ്ടിയും തൻ്റേതല്ലാത്ത പുത്രന് വേണ്ടിയും ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന ഒരു കുടുംബനാഥന്റെ കഥയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ദൈവഹിതമാണ് അവിടെ നിവൃത്തിയാക്കുന്നത്. അതുപോലെ തന്നെ ക്രൂശിങ്കൽ നിൽക്കുന്ന യോഹന്നാനോട് കർത്താവ് പറയാ, ഇതാ നിന്റെ അമ്മ. യോഹന്നാന്റെ അമ്മയല്ല, എങ്കിലും കർത്താവിന്റെ അമ്മയെ കർത്താവിന്റെ ദൈവനിയോഗപ്രകാരം അവൻ തന്റെ ഭവനത്തിൽ ചേർക്കുകയാണ്. തന്നോടുകൂടെ യെറുശലേമിനും പിന്നീട് സുവിശേഷാർത്ഥം എഫേസോസിലേക്ക് പോയപ്പോൾ അക്കൂട്ടരെയും കൊണ്ടുപോയി ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുകയായിരുന്നു. അതായത് ജീവിതത്തിൽ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങളില്ലെങ്കിലും ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ദൈവമക്കളായി തീരുവാൻ, കർത്താവിന്റെ സഹോദരനും സഹോദരിയും മാതാവുമാകുവാൻ നിയോഗിതരാകുന്നത് എന്നുള്ള വലിയ അർത്ഥവത്തായ ഒരു ചിന്തയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ പലപ്പോഴും പെരുന്നാൾ ആഘോഷിക്കുന്നത്, നോയമ്പ് ആചരിക്കുന്നത് എന്തിനാണ്? ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ നിയോഗപ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. അത് നമ്മൾ എന്തുമാത്രം അതിനെ ഗൗരവമായി എടുക്കുന്നുണ്ട് എന്നുള്ള ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു കുടുംബത്തിൽ തന്നെ അത് തന്നെയാണ്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ, അതായത് ജീവിത പങ്കാളി എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്തുമാത്രം ആ ജീവിത പങ്കാളിയുടെ താല്പര്യങ്ങൾ ദൈവനിയോഗമോടെ നിർവഹിക്കപ്പെടുന്നതിന് നമ്മൾ എന്തുമാത്രം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. എപ്പോഴും നമ്മുടെ ആഗ്രഹം നടക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അതുപോലെ തന്നെ യോഹന്നാനെ പോലെ തനിക്ക് ഉത്തരവാദിത്വമില്ലാത്ത ഒരമ്മയെ തന്റെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷിക്കുവാനുള്ള നിയോഗം ഏറ്റെടുക്കുകയാണ്. ആലോചിച്ച് നോക്കുക, എത്ര കുടുംബങ്ങൾ, മാതാപിതാക്കന്മാർ വേണ്ട വിധം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ മാതാപിതാക്കന്മാരെ, സ്വന്തം മാതാപിതാക്കന്മാരെ പോലും സംരക്ഷിക്കുവാൻ തയ്യാറാകാത്ത ഒരു തലമുറയുടെ വളർച്ചയാണ് ഈ ചുറ്റുപാടുകൾ. അതിന് ഉത്തരവാദിത്വം കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരെങ്ങനെ വളർത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിത പരിസരങ്ങൾ, അത് കുടുംബത്തിലാണെങ്കിലും ജീവിത ബന്ധങ്ങളിലാണെങ്കിലും ദൈവഹിതം നടക്കട്ടെ എന്ന് പറയാൻ നമുക്ക് എന്തുമാത്രം സാധിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ നിർബന്ധ ബുദ്ധി, നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്.
കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പോലും അതെ, എൻ്റെ ഹിതമല്ല നിന്റെ തിരുഹിതം നിർവഹിക്കട്ടെ എന്ന് ഗെത്സെമോനായിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും നോമ്പ് നോക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കാര്യം സാധിച്ചു തരണം എന്ന് നിർബന്ധ ബുദ്ധി കർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ നിയോഗം എന്ത്, അത് നടക്കട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ്. ദൈവനിയോഗം നമ്മുടെ ജീവിതത്തിൽ നടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതൊരു വലിയ ഏറ്റെടുക്കലാണ്. മറിയാം ഏറ്റെടുത്ത ഉത്തരവാദിത്വം പോലെ, യോസേഫ് തന്റെ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, യോഹന്നാൻ ശ്ലീഹ തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വം പോലെ പലപ്പോഴും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എളുപ്പമല്ല, അത് കൃത്യമായി നിർവഹിക്കുന്നത് എളുപ്പമല്ല. അപ്പൊ അതുപോലുള്ളൊരു ഏറ്റെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. നമ്മുടെ ആഗ്രഹങ്ങളുടെ നിവർത്തിക്കല്ല നാം ജീവിക്കേണ്ടത്, ദൈവഹിതം നമ്മളിലൂടെ നിവർത്തിക്കുന്നതിന്. മറിയാം അതല്ലേ ഏറ്റു പറഞ്ഞത്, അതല്ലേ യോസേഫ് ചെയ്തത്, അത് തന്നെയല്ലേ യോഹന്നാൻ ശ്ലീഹ തന്റെ ജീവിതത്തിൽ ചെയ്തത്. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ ജീവിത പരിസരത്തോട് നമ്മൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടക്കുമ്പോൾ അവിടെ വരുന്നതായ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ അർത്ഥമില്ല. ഇത് സാധാരണക്കാരായ മനുഷ്യർ മാത്രമല്ല, സഭയെ സംബന്ധിച്ച് ഇടവയെ സംബന്ധിച്ചൊക്കെ പ്രധാനമാണ്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന നിർബന്ധ ബുദ്ധികളാണ്, ഉപാധികളാണ്. സമാധാനം ഉണ്ടാകണം, ഞങ്ങൾ പറയുന്ന പോലെ നടക്കണം എന്ന് പറയുന്ന രീതി, ഭിന്നത ഉണ്ടാകുന്നതെല്ലാം നമ്മുടെ സ്വാർത്ഥത താല്പര്യങ്ങൾ പലപ്പോഴും നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എവിടെയും കാണുന്ന ഈ സ്വാർത്ഥതയിൽ നിന്ന് വിമോചനം പ്രാപിക്കേണ്ടതുണ്ട്. അത് സഭാ നേതാക്കന്മാരാണെങ്കിലും കുടുംബത്തിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും ഇതെല്ലായിടത്തും ദൈവഹിതത്തിന് വില കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ ക്രിസ്തീയമായ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. നമ്മൾ ദൈവത്തെ നിർബന്ധിച്ച് നമ്മുടെ വഴിക്ക് വരുത്തുകയല്ല, ദൈവഹിതം എന്താണ് എന്ന് അന്വേഷിക്കുവാൻ തയ്യാറാവുകയാണ് നമ്മൾ വേണ്ടത്. അത് സഭാ നേതാക്കന്മാരാണെങ്കിലും ഇടവകയുടെ നേതൃത്വത്തിലാണെങ്കിലും കുടുംബത്തിലെ നേതൃത്വത്തിൽ എവിടെയും നടക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ രൂപപ്പെടേണ്ടത്. അതിനു പകരം നമ്മുടെ നിർബന്ധ ബുദ്ധികളും ആഗ്രഹങ്ങളും സാധിക്കുവാനായിട്ട് ദൈവത്തെ നിർബന്ധിക്കുന്ന സമീപനത്തിൽ നിന്ന് മാറി ദൈവഹിതം അന്വേഷിക്കുന്നവരും, ദൈവഹിതം നമ്മുടെ ജീവിത പരിസരങ്ങൾ, നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബത്തിൽ അത് സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് കർത്താവ് പറയുന്നത്, എൻ്റെ സഹോദരനും സഹോദരിയും മാതാവും എന്നത് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ്, തിരുഹിതം അന്വേഷിക്കുന്നവരാണ് എന്ന് പറയുന്നു. അത് പ്രവർത്തിയിലാക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നതിനുള്ള ഒരു ഒരുക്കമാകട്ടെ ഈ നോമ്പ് കാലങ്ങളിൽ. നമ്മുടെ നിർബന്ധ ബുദ്ധികൾ, നമ്മുടെ ആഗ്രഹങ്ങളുടെ നിവർത്തനമല്ല, ദൈവം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താഗ്രഹിക്കുന്നു അത് നിവൃത്തിയാക്കുന്ന ഒരു സാഹചര്യം. അതുവഴി നമ്മൾ എന്തായിത്തീരുന്നതെന്ന് അത് കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കർത്താവിന്റെ അമ്മയും സഹോദരങ്ങളുമായി തീരുകയാണ്. അവരെ ആദരിക്കുന്നത് അതുവഴിയാണ്. എങ്ങനെ? കർത്താവിന്റെ അമ്മയെ നമ്മൾ ആദരിക്കുന്നത് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ്. അതുകൊണ്ട് പ്രാർത്ഥന ചെല്ലിക്കാനും പണം കൊടുക്കുവാനും ഒക്കെ നമുക്ക് ആർക്കും സാധിക്കും. പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുക എളുപ്പമല്ലാത്ത കാര്യമാണ്. മാതാവിന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരെ പോലെ ദൈവസന്നിധിയിൽ പറയണം, സാധിക്കണം, നിന്റെ വചനം എന്നിൽ നിവൃത്തിയാകട്ടെ. അത് പറയുവാനുള്ള ത്രാണിയും ദൈവാശ്രയവുമാണ് ദൈവമക്കളായി തീരുവാൻ, നമ്മുടെ കർത്താവിന്റെ ബന്ധുക്കളാക്കുവാൻ നമ്മെ ഒരുക്കുന്നതായ കാര്യം. അങ്ങനെയാണ് മാതാവിനെയും കർത്താവിനെയും നമ്മൾ ആദരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നാം വരേണ്ടത്. അതിന് എല്ലാ നേതൃത്വവും വഹിക്കുന്നവർ, അത് സഭയിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം അത് നിർവഹിക്കുന്നവർ പ്രത്യേകമായി ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് ദൈവത്തിന്റെ ഹിതമാണ്. തീർച്ചയായിട്ടും ആ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട മാതാവിനെ പോലെ ആയിത്തീരുവാൻ, കർത്തൃബന്ധുവായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതാകട്ടെ തവണ നമ്മുടെ 8 നോമ്പിന്റെ ചിന്താവിഷയം. എല്ലാവരെയും നീ തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.